ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമിൻ സായി. ഇന്ന് ആക്ച്വലി ഒരു ബുക്ക് റിവ്യൂ ആണ്. ഞാൻ മുമ്പ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പുസ്തകമാണ് ചിലർ ചിലപ്പോൾ. ഇത് വളരെ പ്രസിദ്ധനായിട്ടുള്ള സിനിമാറ്റോഗ്രാഫറായ വേണു അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് ഓർമ്മക്കുറിപ്പാണോ, യാത്രാ വിവരണമാണോ, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് വായനക്കാരന് സത്യത്തിലൊരു സംശയം തോന്നും. കാരണം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടായ പലതരം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേർപകർപ്പ് അല്ലെങ്കിൽ നേർക്കാഴ്ചയാണ് എന്ന് പറയേണ്ടി വരും. ഇത് DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 220 രൂപയാണ്. ഇതിൻ്റെ ഇ ബുക്ക് വെർഷനും അവൈലബിൾ ആണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഈ പുസ്തകം ഇതിൻ്റെ 2ാം പതിപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം നല്ലൊരു യാത്രക്കാരനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ യാത്ര എത്രമാത്രം ഞാനും യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ യാത്രാ വിവരണങ്ങളുടെ എന്തായാലും അതിന് കുറച്ച് ഭാഗം ഉണ്ടാവും എന്നെനിക്ക് ഉള്ളിലൊരു തോന്നൽ. ഇതിൻ്റെ വിവരണങ്ങൾ കുറേ കൂടെ ഹൃദ്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇതിന് 1-2 പേര് ഇതിനെക്കുറിച്ച് വായിച്ചവർ ഇതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ ഒരു ആകാംക്ഷയിലാണ് സത്യത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഉള്ളൂരാണ്. അപ്പം ഉള്ളൂരിനടുത്തുള്ള പോങ്ങമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ശ്രീകാര്യത്തോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു DC ബുക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. വളരെ നന്നായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡായിട്ട് നടത്തുന്ന ഒരു DC ഒരു ഷോപ്പാണത്. അവിടെ പോയാണ് ഇത് സത്യത്തിൽ വാങ്ങിക്കുന്നത്. അതിനകത്ത് വായന തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന പല നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളെ ഇങ്ങനെ രീതിയിലും ചിന്തിക്കാം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേയേറെ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ. അതിൽ ആദ്യമേ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പുസ്തകം ഉണ്ടായത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പലപ്പോഴും പലയിടത്തായി അദ്ദേഹം എഴുതിയിട്ട ചെറിയ ചെറിയ വിവരണങ്ങളിൽ നിന്ന്, ചെറിയ ചെറിയ ഓർമ്മകളുടെ ചെറിയ ചെറിയ ശകലങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്താണ് ഈ ഒരു പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ പലരും എഴുത്തുകാർ ആവേണ്ടതാണ്. ഒരുപാട് പേര് എഴുത്തുകാരാവേണ്ടതായിട്ടുണ്ട്. അവരവരുടെ ഓർമ്മകൾ പലപ്പോഴും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള ചെറിയ ഒരു കുറിപ്പ് പോലും നമ്മളൊരു സംഭവത്തിനെക്കുറിച്ച് എഴുതിയിടാതെ മുന്നോട്ട് പോകാറുണ്ട്. പലരും അവർക്ക് അത്രമേൽ വലിയ കഥകൾ പറയാനുണ്ടാകും, പക്ഷേ അതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയാനായിട്ടുള്ള പോയിന്റുകൾ പലപ്പോഴും അവർക്ക് ഓർമ്മയിലുണ്ടാവില്ല, അല്ലെങ്കിൽ അവരത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ എഴുതി വയ്ക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഓർമ്മക്കുറിപ്പുകളിൽ നിന്നാണ് ഈ ഒരു പുസ്തകം. അദ്ദേഹം പ്രത്യേകം പറയുന്നത് ഭൂതകാലത്ത് നടന്നതിൽ ചിലതെങ്കിലും മറന്നു പോകാതിരിക്കണമെങ്കിൽ എഴുതി വയ്ക്കണമെന്ന്. അങ്ങനെ എഴുതി വെച്ച ചില കടലാസ് കഷ്ണങ്ങൾ ഒട്ടിച്ചുണ്ടാക്കിയതാണ് ഈ പുസ്തകം എന്ന് അദ്ദേഹത്തിൻ്റെ അവതാരിയുടെ ഭാഗത്ത് വളരെ സ്നേഹപൂർവ്വം വായനക്കാരനോട് പറയുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 10ഓളം കഥകൾ, ഇരുട്ടിലെ കടലാസുകൾ, പരിചയമില്ലാത്ത പ്രദേശങ്ങൾ എന്നിങ്ങനെ തുടങ്ങി കുറേയേറെ കാര്യങ്ങൾ. വളരെ ഹൃദ്യമായൊരു പുസ്തകം. നമുക്കത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഒരു എഴുത്തുകാരൻ്റെ വിജയമെന്ന് ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കതിനകത്ത് കണ്ടിന്യൂറ്റി കിട്ടുന്നതാണ്. നമ്മൾ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നതിൽ ആസ്വാദ്യത തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്തുന്നതാണ് ഒരു എഴുത്തുകാരൻ്റെ യഥാർത്ഥ വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിൽ ശ്രീ വേണു 100% വിജയിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രമേൽ നല്ലൊരു പുസ്തകം. അതിൻ്റെ ഒരു കവർ പേജും വളരെ സിമ്പിൾ എന്നാൽ കുറച്ച് ഡൂഡ്ലിംഗ് ആർട്ട് പോലുള്ള ഒരു കവർ പേജും കാണാൻ പറ്റും. അദ്ദേഹം എങ്ങനെയാണോ വളരെ സൗന്ദര്യാത്മകമായിട്ട് ചലച്ചിത്രങ്ങൾ സിനിമാറ്റോഗ്രാഫിയിലൂടെ ഒപ്പിയെടുത്തത്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന മറ്റ് ജീവിതങ്ങളെയും കൃത്യമായി എഴുത്തിലേക്ക് പകർത്താൻ അദ്ദേഹത്തിന് 100% സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പറയുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വരട്ടെ, അദ്ദേഹം ഇനി എഴുതണം. അതാണ് എനിക്ക്
ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. വായന ഇഷ്ടപ്പെടുന്ന, യാത്രാവിവരണം ഇഷ്ടപ്പെടുന്ന, ഓർമ്മക്കുറിപ്പുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു പുസ്തകം തന്നെയാണ് ഈ ഒരു പുസ്തകം. അതിനോടൊപ്പം ഞാൻ ഇടയ്ക്ക് DC ബുക്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ട്രിവാൻഡ്രം. അവിടെ നിന്ന് ഞാൻ 2 പുസ്തകങ്ങൾ അത്യാവശ്യം വിലക്കുറവിൽ, എനിക്കൊന്നും 50% 70% 2 സ്റ്റാളുകളായിട്ട് തിരിച്ച് അവിടെ അത്തരത്തിലുള്ളൊരു ഡിസ്കൗണ്ട് സെയിൽസും അതല്ലാതെ പുതിയ പുസ്തകങ്ങളൊക്കെ അവിടെ അതിനകത്ത് ഞാൻ 2 പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊന്ന് ചേതൻ ഭഗത്തിൻ്റെ 3 മിസ്റ്റേക്സ് ഇൻ ലൈഫ് എന്നൊരു പുസ്തകമാണ്. ഇത് ഞാൻ മുമ്പ് കുറച്ച് എവിടെയോ വായിച്ചിട്ട് വിട്ടതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്. പക്ഷെ അതിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മലയാളം വെർഷൻ തന്നെ ഒന്ന് വാങ്ങിച്ചു. അതുപോലെ തന്നെ പിന്നെ ഒരു നല്ലൊരു വിലക്കുറവിൽ അവിടുത്തെ ഒരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് അരവിന്ദ് അടികയുടെ വെള്ളക്കഴുവ ദ വൈറ്റ് ടൈഗർ. എന്തൊരു നല്ലൊരു കവറാണല്ലേ, കളറും ആ ഒരു ഇതൊക്കെ കുറിച്ച് വളരെ ഡിസൈൻ വൈസ് കവറിൻ്റെ ഡിസൈൻസ് വളരെ നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് ഉള്ളൊരു അഭിപ്രായം തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വിലകൾ ഏകദേശം ഈ പുസ്തകത്തിന് 380 രൂപയും ചേതൻ ഭഗത്തിൻ്റെ ബുക്കിന് 360 രൂപയാണ്. പക്ഷേ ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് DCയുടെ ഒരു ഓഫർ ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. അനുസരിച്ച് വില വ്യത്യാസം നല്ലൊരു ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു 14-ാം തീയതി വരെയോ 12-ാം തീയതി വരെ എന്തോ ആണ് DC ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലുള്ളത്. 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 12-ാം തീയതി വരെയാണ്. അപ്പം വായന ഇഷ്ടപ്പെടുന്നവർ പോയി വായിക്കുക. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഹാപ്പി ഡേ.